ഡേ കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം. നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നേട്ടാ. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസം ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ? എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയണ്ട, ഇവിടുന്ന് പോയണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ. വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്നു. അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്ററി ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണ്ടെന്ന് വിചാരിച്ചാലും ചേട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം. അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. ജോൽസിനല്ല, ഞാനാ പറയുന്നേ. ഇന്ന് നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോത്സരെ, ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ, ഇതിന് തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിരിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? ഉപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചേ. എടാ, രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ? സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരുത്തുള്ളൂ. നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വാടാ ഇവിടെ. ചേട്ടാ, വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്കേട്ടാ. വിട്ടേക്കാം. പകരം നീ വരുവോ? അവൾക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലെന്താ? പെണ്ണല്ലേടാ, വരാനാ പറഞ്ഞേ. വാടി, വാടി. കാലല്ലേ, ഞാൻ തടവും. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ചേട്ടൻ. നീ തടവോടാ? ഏട്ടാ, വേണ്ടേട്ടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ വാടാ. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ചേട്ടാ. അവന് കൈവേദന കാണും. ഞാൻ തടയി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം.
ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. കൈ നന്നായിട്ട് തടവി. ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ, നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട് ഏയ് ഏയ് ആസ്പത്രി പോയി ബലം ശരിക്കും കൂടിയോടാ. ഇനി ആസ്പത്രിയല്ല, നേരെ മോർച്ചറിക്ക. ചേട്ടാ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശൻ നീ പോ. ഹലോ, നീ മുരുകേശനല്ല, ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്. അവനല്ലേ നിന്നെ ചുരുട്ട് വെച്ച് പൊള്ളിച്ചത്, പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ പുറമയാവാൻ പോവാ. അതിന് വേറെ ആളെ നോക്ക്. ആട് സംസാരിക്കുന്ന ആടെങ്ങനെയാട്ടാ സംസാരിക്കുന്നേ? നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോടൊന്ന് അന്വേഷിക്കണ്ടേ? ആഹാ, വാ 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 വാ. ഇവിടെ വാടാ. ചേട്ടാ, എന്താ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോടാ അത്? പറഞ്ഞു കേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്. അറിയാതെ വന്നതാ. ഈ വഴി ഓടിച്ചു പോടാ, വേഗം ചെല്ല്. പറഞ്ഞോട്ടേക്കാം. ഓ, വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി, എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടെ ദേവി? എന്താ ഞാൻ എന്താ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ്, അണ്ണന് ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. സൂക്ഷിക്കണേ. ബൈ. ഡേ വേണു, ഇവിടെ വാ. ഏയ്, വാ പോകാം. എന്താ നോക്കുന്ന? പോകാന്ന്. എവിടെ? എവിടെയെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ട്. ഏയ്, ഇന്ന് എന്റെ കല്യാണോ? അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാചുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ പിന്നെന്ത്, ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ? മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിനെ പറയുന്നേ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നമുക്കത് വാങ്ങി. എന്താ? പാചകം പഠിക്കണമെന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ്, ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ച് വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ? ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ആര്? ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി. ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു. അകത്തെന്താ ചെയ്യുന്നേ? വെളിയിലുള്ളത് ചിലത് അകത്ത് തോന്നി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ, നിങ്ങളല്ലേ സാർ? നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ 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 മുരുകേശ, എന്താടാ ഒന്നും എന്താ സിനിമയാണോ ഇടാമോ എന്ന്? നോക്കടാ. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഡോക്ടറെ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ? നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ. എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്താ ഡോക്ടർ ഇത്? എവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്തുമാത്രം ബിസിനസ് നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ.
ഏയ് ഡോക്ടർ നോക്ക്, നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ എന്റെ പാർട്ണർ എഴുന്നേറ്റിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക്. നീ എന്റെ കൂടെ വാ. വാടാ. വാ കോച്ചാ, വന്നാലേ ഞെക്ക്. കഷ്ടം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എടി, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി, പറയാം. എന്ത് പറയാം? അത് തന്നെ പ്രേമിക്കുന്നെന്ന്. പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവൂ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില് കേട്ടോ. ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്. നീ ഒരു ക്രിമിനൽ ആടി. താങ്ക്സ് ഡാ. ഇത് അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ ഇവിടെ എന്നാ ചെയ്യുന്നേ? കോച്ചാ, ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഓർമ്മ തിരിച്ചു കിട്ടി. അമർത്ത്. അവനല്ലേ? പറയലിയാ, അവൻ തന്നെയല്ലേ ഇത്? ചേട്ടാ നിങ്ങൾക്ക് അറിയില്ല? പറയലിയാ, പറ, അവനല്ലേ? അയ്യോ മാറിക്കോ. ദേ കൈ ചൂണ്ടുന്നു. ഭഗവാനേ, ഏഴുമലവാസ വെങ്കടേശ്വര ഗോവിന്ദ. അയ്യോ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഭഗവാനെ കൈ കാണിച്ച് കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാൻ നേർച്ച. എവിടെ ഇനി മൊട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചോണ്ട് പോയല്ലോ. പറയലിയാ. അങ്ങോട്ട് കൈ കാണിക്കുന്ന രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഓ സമാധാനം ഇരിക്കേ, സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ വേറെ വഴിയില്ലല്ലോ. ഗോവിന്ദ. അയ്യോ നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ പിടിച്ചോണ്ട്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ.